ജോലി വിട്ടു എന്നറിഞ്ഞപ്പോ പാർവതി ശരിക്കും ടെൻസ്ഡായി. ഇടയ്ക്കിടയ്ക്ക് അവള് നിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്നെ വിളിക്കുമെന്ന് എനിക്കറിയാവല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്. നീ എന്തെങ്കിലും ചെയ്തു കളയോ എന്ന് പേടിയുണ്ട് അവൾക്ക്. നിന്റെ ഭാഗത്ത് നിന്നൊരു നീക്കം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. സൂപ്പർബ് നന്ദ. അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾ, അവളെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും സ്വീകരിക്കില്ലെന്ന് തീരുമാനമെടുത്തയാൾ, അവൾക്ക് കല്യാണപ്പുടവയും താലിയും അയച്ചു കൊടുത്ത് നീ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ചത്തുകളയൂന്ന് പറഞ്ഞാൽ ഏത് പെണ്ണിന്റെയും ചങ്കൊന്നു ഒലഞ്ഞു പോവും. അതറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചത്. അവള് വരും, നന്ദന്റെ കൂടെ ജീവിക്കാൻ അവൾ ഉടുത്തൊരുങ്ങി വരും. നന്ദനെ കല്യാണം കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ അയാൾ അയാളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കും. ഞാനൊരു മഹാപാപിയായി മാറും. പക്ഷെ എന്റെ ചേട്ടൻ എല്ലാരെയും പറ്റിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കിപ്പോയതിന്റെ ഞെട്ടൽ അച്ഛന്റെയും അമ്മയുടെയും ചേച്ചിയുടെയും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. ഞാനും അതേ തെറ്റ് ചെയ്ത അതിലും വലിയ മഹാപാപ. ഞാൻ എന്താ ചെയ്യാ? എന്റെ കൃഷ്ണ. ചേച്ചിയുടെ മനസ്സിലുണ്ട്